നമസ്കാരം. ഭർത്തൃ വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണ്ണാഭരണങ്ങളും 30,000 രൂപയും മോഷ്ടിച്ച കേസിൽ യുവതി അറസ്റ്റിലായി. ചേർത്തല SL പുരം കോർത്തുശ്ശേരി സ്വദേശിനി ആതിരാജിയെയാണ് പൂച്ചാക്കൽ പോലീസ് വ്യാഴാഴ്ച കോട്ടയത്തുനിന്ന് പിടികൂടിയത്. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡ് മണപ്പുറം കൊച്ചുപറമ്പിൽ രഘുനാഥിന്റെ വീട്ടിൽ നിന്നാണ് ആതിര കവർച്ച നടത്തിയത്. മോഷണത്തിനു ശേഷം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വിശദമായ അന്വേഷണത്തിലൊടുവിലാണ് പോലീസ് കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. പൂച്ചാക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെ തനിക്ക് ജോലി ലഭിച്ചെന്നും സൗകര്യാർത്ഥം സ്വന്തം വീട്ടിൽ നിൽക്കാമെന്നും പറഞ്ഞ് ആതിര മാറി താമസിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ആതിരയിലേക്ക് നീളുമെന്നുറപ്പായതോടെ ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി താനാണ് മോഷണം നടത്തിയതെന്ന് കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ചേർത്തല DYSP അനിൽകുമാർ ടിയുടെ നിർദ്ദേശാനുസരണം SHO ഷഫീഖ്, SI വീനസ്, ASI ലിജിമോൾ, CPOമാരായ ഗിരീഷ്, പ്രവീഷ്, പ്രവീൺ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ആതിര ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് 35 പവൻ സ്വർണവും 30,000 രൂപയും തട്ടിയെടുത്തെന്നാണ് ആതിരയ്ക്കെതിരായ കേസ്. തട്ടിയെടുത്തതിന് തുല്യമായ സ്വർണം വാങ്ങി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഭർത്താവിനെയും വീട്ടുകാരെയും വിളിച്ചു വരുത്തിയ ആതിര ഇവരെ വീണ്ടും കബളിപ്പിച്ച് കടന്നുകളയുകയായിരുന്നു. മാരാരിക്കുളം സ്വദേശിയായ ആതിര 2022-ലാണ് ചേർത്തല സ്വദേശിയെ വിവാഹം കഴിച്ചത്. അന്നു മുതൽ ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. ഭർത്താവിന്റെ അമ്മയും അച്ഛനും സഹോദരിയും അടങ്ങുന്ന വീട്ടിൽ താമസിച്ചു വരവെ 2024 നവംബറിലാണ് മോഷണം നടത്തിയത്. അമ്മ ചിട്ടിപിടിച്ച് വീട്ടിൽ സൂക്ഷിച്ച 30,000 രൂപയും മാലയും വളയും കൊലുസുമെല്ലാം അടങ്ങുന്ന 35 പവൻ സ്വർണവും ഡയമണ്ട് സ്റ്റഡും വീട്ടിൽ നിന്ന് മോഷണം പോയി. എന്നാൽ 2024 നവംബറിലാണ് വീട്ടുകാർ മോഷണ വിവരം അറിയുന്നത്. മോഷണം പോയതിൽ കൂടുതലും ഭർത്താവിന്റെ സഹോദരിയുടെ സ്വർണമായിരുന്നു. തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ സമയം എല്ലാം ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച ആതിര പോലീസ് സ്റ്റേഷനിലെത്തി കേസ് കൊടുക്കുന്നതിനെല്ലാം മുന്നിൽ തന്നെ നിന്നു. ഒടുവിൽ പൂച്ചാക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അതിനിടെ തനിക്ക് ജോലി ലഭിച്ചെന്നും സൗകര്യാർത്ഥം സ്വന്തം വീട്ടിൽ നിൽക്കാമെന്നും പറഞ്ഞ് ആതിര അങ്ങോട്ടേക്ക് മാറി. ഇതോടെ ആതിരയെയും പോലീസ് നോട്ടപ്പുള്ളിയാക്കി. ഒടുവിൽ പോലീസ് അന്വേഷണം ആതിരയിലേക്ക് നീളുമെന്ന് ഉറപ്പായതോടെ ഭർത്താവിനെ വീട്ടിൽ വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. മാത്രമല്ല, മോഷ്ടിച്ച സ്വർണത്തിന് പകരം സ്വർണം വാങ്ങി നൽകാമെന്ന് വാക്കു നൽകുകയും ചെയ്തു. ആതിര അറിയിച്ചത് പ്രകാരം സ്വർണം വാങ്ങുന്നതിനായി കൊച്ചിയിലെ ജ്വല്ലറിയിൽ ഭർത്താവും സഹോദരിയും അമ്മയും എത്തി. ആതിരയും അച്ഛനും സഹോദരിക്കുമൊപ്പം എത്തി കണക്കുകളനുസരിച്ച് സ്വർണം വാങ്ങി. വക്കീൽ ഓഫീസിൽ വച്ച് സ്വർണം കൈമാറാമെന്നും കേസ് ഒത്തുതീർപ്പാക്കണമെന്നും പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. പിന്നീട് ഭർത്താവും വീട്ടുകാരും വക്കീൽ ഓഫീസിലെത്തിയെങ്കിലും ആതിരയെ ആരും കണ്ടില്ല. ആ സ്വർണവും അടിച്ചുമാറ്റി ആതിര മുങ്ങി. ഇതോടെയാണ് കേസ് ഒടുവിൽ ഹൈക്കോടതിക്ക് മുന്നിലെത്തുകയും ആതിരയുടെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി നിഷേധിക്കുകയും ചെയ്തത്.